ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ടീം ഷെഖേനയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഈറ്റുനോവിൻ്റെ കാലം, ഈ ശുശ്രൂഷയുടെ 8-ാം ദിനത്തിലേക്ക് സ്വർഗം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. വിവിധ ദേശങ്ങളിലും രാജ്യങ്ങളിലും കുടുംബങ്ങളിലും വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളിലുമായിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ഈറ്റുനോവിൻ്റെ കാലം ഷെഖേന ന്യൂസിലൂടെ നമുക്ക് സ്വർഗം നൽകുമ്പോൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് കർത്താവിന് കൃത്യമായൊരു പദ്ധതിയുണ്ട്. കാലത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആനുകാലിക സംഭവങ്ങളിലൂടെ സ്വർഗം നൽകുന്ന പ്രവചന സന്ദേശങ്ങൾ സ്വന്തമാക്കി നമ്മുടെ സ്വയം വിശുദ്ധീകരണത്തിനും നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവാനും മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ആഹ്വാനമാണ് ഈ ശുശ്രൂഷ വഴി പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കേണ്ട നാളുകൾ. ഇന്ന് ഈ ലോകവും നമ്മുടെ സഭയും ഈറ്റുനോവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളെല്ലാം ഇന്ന് സഭയ്ക്ക് മുൻപിലുണ്ട്. ലോകം വളരെ കലുഷിതമായൊരവസ്ഥയിലാണ്. യുദ്ധഭീഷണികൾ, യുദ്ധക്കെടുതികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, മഹാമാരികൾ, പകർച്ചവ്യാധികൾ, ദൈവനിഷേധം, വിശ്വാസത്യാഗം, മതപീഡനങ്ങൾ, പാപമ്ലേച്ഛതയുടെ അതിപ്രസരം എന്നു വേണ്ട എല്ലാവിധത്തിലുള്ള ദുഷിപ്പും തിന്മയും നിറഞ്ഞിരിക്കുന്ന ഒരു കാലത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ഇന്നായിരിക്കുന്നത്. ഈ കാലത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുന്നവരായി മാറുവാനാണ് നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 108-ാം സങ്കീർത്തനം 13-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും, അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. സങ്കീർത്തകന്റെ വലിയൊരു ഉറപ്പാണ് ഈ വചനത്തിലൂടെ ആത്മാവ് കാണിച്ചു തരുന്നത്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊരു വലിയ ആത്മീയ യുദ്ധത്തിൻ്റെ കാലത്തിലാണ്, ഒരു നിർണായക യുദ്ധത്തിൻ്റെ സമയത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ഒരു മഹായുദ്ധത്തിൻ്റെ ചുരുളുകൾ അഴിയപ്പെടുന്ന ഒരു കാലം, അതാണ് വെളിപാടിൻ്റെ കാലം. ഈ യുദ്ധത്തിൽ നമുക്ക് ആരോടാണ് പോരാടാനുള്ളത്? ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നമ്മൾ പോരാടുന്നത് രക്തത്തിനും മാംസത്തിനും എതിരായിട്ടല്ല. നമ്മളെ ചതിച്ചവരോടോ നമ്മളെ ദ്രോഹിച്ചവരോടോ നമുക്കെതിരെ നിന്ദാവചനങ്ങൾ ഉച്ചരിച്ചവരോടല്ല നമ്മുടെ പോരാട്ടം. സ്വർഗീയിടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് ഞാനും നിങ്ങളും കർത്താവിനോട് ചേർന്ന് പോരാടുന്നത്. ഈ പോരാട്ടത്തിൽ നമ്മെ മുന്നമേ നിന്ന് നയിക്കുന്നത് സ്വർഗത്തിന്റെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മ മാതാവ് തന്നെയാണ്. ഈ പോരാട്ടത്തെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഈ യുദ്ധത്തെ നിയന്ത്രിക്കുന്നത്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും, ഞങ്ങൾക്ക് വിജയം ലഭിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിന്റെ അഭിഷേകം സ്വന്തമാക്കി ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. അതിനിർണായകമായ ഒരു സമയത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 22-ാം അധ്യായം 30-ാം വചനത്തിൽ വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, അങ്ങയുടെ സഹായത്താൽ സൈന്യ നിറയെ ഞാൻ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ
കോട്ട ഞാൻ ചാടിക്കടക്കും. കർത്താവ് നമ്മുടെ നിത്യ സഹായകനാണ്. കർത്താവിന്റെ സഹായത്താൽ, സ്വർഗത്തിന്റെ സഹായത്താൽ പിശാചിന്റെ സൈന്യനിരയെ, ദുഷ്ടശക്തികളെ, അന്ധകാര പോരുകളെ, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ, പൈശാചിക രൂപികളെ ഞാൻ ഭേദിക്കും, ഞാൻ തകർത്തു കളയും. എന്റെ കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ അവന്റെ കോട്ടകൾ ചാടിക്കടക്കും. എൻ്റെ മുൻപിൽ, നമ്മുടെ കുടുംബങ്ങളുടെ മുൻപിൽ, സഭയുടെ മുൻപിൽ, തെരഞ്ഞെടുക്കപ്പെട്ട ഓരാത്മാവിന്റെ മുൻപിൽ പിശാച് ഉയർത്തിയിരിക്കുന്ന പലവിധ വെല്ലുവിളികളുണ്ട്, പലവിധ പ്രതിസന്ധികളുണ്ട്. നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാനായി അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന വിവിധങ്ങളായ കോട്ടകള്, അവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, ആശയക്കുഴപ്പത്തിന്റെ, തെറ്റിദ്ധാരണയുടെ കോട്ടകള്, ഈ കോട്ടകളെ എല്ലാം ഭേദിച്ച് നമ്മൾ അതിനെല്ലാം ചാടിക്കടക്കുകയാണ്, അതിജീവിക്കുകയാണ്. ഹല്ലേലൂയ! കർത്താവ് കൂടെയുള്ളവരാ നമ്മൾ. കർത്താവിന്റെ മുദ്രിത ആത്മാക്കളാണ് നമ്മൾ. അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവന്റെ സ്വന്തം ജനമാണ് നമ്മൾ. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ തിരിച്ചറിവോടെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരു നിമിഷം എല്ലാവരും ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കർത്താവിന്റെ തിരുമുൻപിലേക്ക് തുറന്നു പിടിച്ച്, ഓ പരിശുദ്ധ ത്രിത്വമേ, കാലത്തെ വ്യാഖ്യാനിക്കുവാനുള്ള ആത്മാവിന്റെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ, ആത്മാവിന്റെ ആലോചനകൾ നൽകണമേ, സ്വർഗത്തിന്റെ അറിവ് നൽകണമേ, വെളിപാടുകൾ നൽകണമേ, ആത്മീയമായ അഭിഷേകം തരണമേ. കർത്താവേ, ഞങ്ങളിലേക്ക് പകരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പകരണമേ, സമൂഹങ്ങളിലേക്ക് പകരണമേ, തിരുസഭ മുഴുവനിലേക്കും ഈ അഭിഷേകം പകർച്ച നൽകണമേ. സ്തുതിക്കുന്നു. എല്ലാവരും ഒന്നിച്ച് കർത്താവിന്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുക. ആരെല്ലാം അവിടുത്തെ നാമം വിളിക്കുന്നുവോ അവരെല്ലാം രക്ഷ പ്രാപിക്കും, അവർ നശിച്ചു പോവുകയില്ല, അവർ നിത്യനാശത്തിൽ ഉൾപ്പെടുകയില്ല. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ തിരുനാമത്തെ വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, കാലത്തെ വ്യാഖ്യാനിക്കുവാനുള്ള സ്വർഗീയ ജ്ഞാനം നൽകണമേ, സ്വർഗീയമായ ആലോചനകൾ നൽകണമേ, വചനത്തിന്റെ വെളിപ്പാടുകൾ നൽകണമേ, വചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ ചൊരിയണമേ, ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിന്റെ മുന്നണി പോരാളികളായി, അന്ത്യകാല പ്രേക്ഷിതരായി, പരിശുദ്ധ അമ്മ മാതാവിന്റെ പൊന്നോമന മക്കളായി, സ്വർഗത്തിന്റെ സൈന്യ നിരയായി ഞങ്ങളെ അനോയിന്റ് ചെയ്യണമേ. ലോർഡ്, anoint us. Thank you Jesus. വലിയ ആഗ്രഹത്തോടെ നമ്മൾ ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. മാറാനാഥ, കർത്താവേ വരണമേ. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അതിനാവശ്യമായ ജ്ഞാനം നൽകണമേ, അഭിഷേകം നൽകണമേ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ഇത് സ്വർഗത്തിന്റെ സന്ദേശമാണ്, ഇത് സ്വർഗത്തിന്റെ വെളിപാടാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഒന്നിച്ചു പാടുന്നു. ലാസലേറ്റും ഫാത്തിമയും മെജുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. സ്വർഗത്തിന്റെ മുന്നറിയിപ്പുകളാണിത്. ഇത് അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും സമയമാണ്, പാപം വിട്ടുപേക്ഷിക്കുവാനുള്ള സമയം. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ലോകരാജ്യങ്ങളെ സാത്താൻ ഭരിക്കുന്നു, തിന്മകൾ നന്മയായി മാറ്റിയിടുന്നു.
ദൈവനിഷേധവും വിശ്വാസത്യാഗവും ലോകത്തിലെങ്ങും പെരുകിയിടുന്നു. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. കർത്താവേ, ആത്മനിറവോടെ ഇത് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകാരൂപി ഞങ്ങളെ വിമോചിപ്പിക്കണമേ. സാത്താൻ കൂതന്ത്രങ്ങൾ മെനയുന്നു. സഭയെ തകർക്കുവാൻ നോക്കുന്നു. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിളർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. സാത്താൻ കുതന്ത്രങ്ങൾ കർത്താവേ, അതിനെ അതിജീവിക്കാനുള്ള കൃപ, സ്വർഗീയ അധികാരത്തിന്റെ അഭിഷേകം, അധികാരത്തിന്റെ വചനങ്ങൾ, അധികാരത്തിന്റെ മുദ്ര, അധികാരത്തിന്റെ അഭിഷേകം നാഥൻ വരും. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിളർ പോലെ. ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇരു പ്രത്യാശയോടെ ചങ്ക് തുറന്ന് അതരം തുറന്ന് ഒന്നിച്ചു വിളിക്കുന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഈ കാലഘട്ടത്തിനായി, അനേക ആത്മരക്ഷയ്ക്കായി, ഈ തലമുറയെ ശുദ്ധീകരിക്കുവാൻ, ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഒന്നിച്ചു വിളിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതത്തിലേക്കും കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ. കാലത്തെ വിവേചിക്കുവാൻ, സ്വർഗീയ അടയാളങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഓരോ ആത്മാവിനെയും കർത്താവെ അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. സമൂഹങ്ങൾ അഭിഷേകം ചെയ്യണമേ. ദേശങ്ങളെ, രാജ്യങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആത്മീയ കൂട്ടായ്മകൾ അഭിഷേകം ചെയ്യണമേ. Lord, anoint. Hallelujah, 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 hallelujah. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ ഒഴുകട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. സ്വർഗീയ കൃപകൾ, ആത്മാവിന്റെ കൃപകൾ ധാരാളമായി ഞങ്ങളിലേക്ക് ഒഴുകപ്പെടട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ഏകരക്ഷകരുടെ നാഥനുമായ ഈശോയിലുള്ള നമ്മുടെ വിശ്വാസവും കർത്താവിൻ്റെ പരിശുദ്ധ സഭയുടെ സത്യപ്രബോധനങ്ങളിലും വിശ്വാസ സത്യങ്ങളിലുമുള്ള നമ്മുടെ വിശ്വാസം ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ സ്വർഗം പകരുന്ന ഈ നവമായ അഭിഷേകം സ്വന്തമാക്കുകയാണ്. നമുക്കൊന്നിച്ചേറ്റ് ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായി സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് മുൻകൂട്ടി പറഞ്ഞതുപോലെ നമ്മളായിരിക്കുന്ന ഈ കാലം ഈറ്റുനോവിൻ്റെ കാലമാണ്. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അവിടുത്തെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. ഈ ചോദ്യത്തിന് മറുപടിയായി നമ്മുടെ കർത്താവ് പല അടയാളങ്ങളും തൻ്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുത്തു. ഈ അടയാളങ്ങൾ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 8-ാം വചനത്തിൽ യേശു പറഞ്ഞു, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്, ഇനിയും അവസാനമായിട്ടില്ല.
എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിന് ഒരുക്കമായിട്ടുള്ള ആ ഇറ്റുനോവിൻ്റെ കാലം, ആ വേദനകളുടെ ആരംഭ കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് പോലെ ആ 7 മുദ്രകൾ തുറക്കപ്പെടുന്ന കാലമാണ് ഇറ്റുനോവിൻ്റെ കാലം. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 11-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്കൊരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. പ്രവചനാത്മാവിൽ ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുകയാണ്. യുഗത്തിൻ്റെ അന്ത്യം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ സ്വർഗം നമ്മെ അനുവദിച്ചത് കർത്താവിന് നമ്മോടുള്ള വിശ്വസ്തതയുടെ അടയാളമാണ്. നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ വളരെ പ്രധാനപ്പെട്ട പല പ്രവചനങ്ങളും പൂർത്തീകരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും കാണുവാൻ കഴിയും. അതിനിർണായകമായ ഒരു കാലയളവിലാണ് സഹോദരങ്ങളെ നമ്മൾ എത്തി നിൽക്കുന്നത്. ലോകത്തെ സംബന്ധിച്ചിടത്തോളവും സഭയെ സംബന്ധിച്ചിടത്തോളവും ഈ നാളുകൾ വളരെ വിലപ്പെട്ടവയാണ്. ഫാത്തിമയിൽ നമ്മുടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ സഭയോട് പറഞ്ഞു. എന്താണ് അമ്മ പറഞ്ഞത്? പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വാക്കുകളാണ്. അമ്മ പറയുകയാണ്, നിങ്ങളൊരു അന്തിമ യുദ്ധത്തിലാണ്. ഇത് നിർണായക യുദ്ധത്തിൻ്റെ സമയമാണ്. വെളിപാടിലെ കന്യകയും അഗ്നിമയനായ ഉഗ്ര സർപ്പവും തമ്മിലുള്ള ഘോര യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. എത്ര ശക്തമായൊരു മുന്നറിയിപ്പാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമുക്ക് നൽകിയത്. മക്കളെ, നിങ്ങളൊരു അന്തിമ യുഗത്തിലാണ്, ഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഒരു നിർണായക യുദ്ധത്തിൻ്റെ സമയത്തിലാണ് നിങ്ങൾ. സഹോദരങ്ങളെ, സാത്താൻ ദൈവജനത്തിനെതിരെ, സഭയ്ക്കെതിരെ തുറന്നുവിടുന്ന ഒരു ഫൈനൽ ഫൈറ്റ്, ഒരു അന്തിമ യുദ്ധത്തിൻ്റെ നാളുകളാണിത്. നമ്മൾ വലിയൊരു ആത്മീയ യുദ്ധത്തിൻ്റെ നടുവിലാണ്. നമ്മൾ ശ്രദ്ധിക്കണമേ. അമ്മ പറഞ്ഞു, ഈ യുദ്ധം ആര് തമ്മിലാണ്? വെളിപാടിലെ കന്യകയും വെളിപാടിലെ സ്ത്രീ. അതാരാ? നമ്മുടെ അമ്മ മാതാവാണ്. അഗ്നിമയനായ സർപ്പം. ഈ അഗ്നിമയനായ സർപ്പം ആരാണ്? സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം, അത് പിശാചാണ്. ഇവർ തമ്മിലുള്ള ഘോര യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. എൻ്റെ സഹോദരങ്ങളെ, യോഹന്നാൻ ശ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 19-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലാണെന്നും നാം അറിയുന്നു. ലോകം മുഴുവൻ ദുഷ്ടപിശാചിന്റെ ശക്തിവലയത്തിലാണ്. ലോകം അവന്റെ സ്വാധീനത്തിലാണ്. ലോകം അവന്റെ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അസംഖ്യം ആത്മാക്കൾ ഇന്ന് പിശാചിന്റെ പിടിയിലാണ്. ഈ നിർണായക യുദ്ധത്തിന്റെ സമയത്ത്, ഈ വെളിപാടിന്റെ കാലത്ത് എൻ്റെ സഹോദരങ്ങളെ, അനേകം ആത്മാക്കളെ കെണിയിൽപ്പെടുത്തി നിത്യനാശത്തിലേക്ക് പിശാചെ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയം. പരിശുദ്ധ അമ്മ മാതാവ് മെജുകുറിയായിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു, ഈ കാലത്തെ കണ്ടുകൊണ്ടാണ് അമ്മ നമ്മോട് സംസാരിച്ചത്. ഉടനെ മാനസാന്തരപ്പെടുക. ഈ നിർണായകമായ യുദ്ധത്തിൻ്റെ നാളുകളിൽ, ഈ അന്തിമമായ യുദ്ധത്തിൻ്റെ സമയത്ത് തൻ്റെ മക്കളോട് അമ്മ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുന്നതിനായി അടയാളത്തിനായി കാത്തിരിക്കേണ്ടതില്ല. ഉടനെ മാനസാന്തരപ്പെടുക. ഈ സമയം നിങ്ങൾക്ക് കൃപയ്ക്കുള്ള സമയമാണ്. ദൈവത്തിൻ്റെ കൃപയ്ക്ക് മതിയായ നന്ദി പ്രകടിപ്പിക്കാൻ ഒരിക്കലും നിങ്ങൾക്കാവില്ല. ഇത് നിങ്ങളുടെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും മാനസാന്തരപ്പെടുവാനുമുള്ള സമയമാണ്. നമ്മൾ അടയാളങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പറയാണ്, അടയാളം വന്നു കഴിയുമ്പോഴേക്കും അനേകർക്ക് അത് ഒത്തിരി
വൈകിയിരിക്കും. അനേകർക്ക് അത് ഒത്തിരി വൈകിയിരിക്കുന്ന സഹോദരങ്ങളെ, ഇനി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ പരക്കം പായേണ്ട. അത്ഭുതങ്ങൾ കർത്താവ് തരും, അടയാളങ്ങൾ സ്വർഗം പ്രവർത്തിക്കും. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്, ഒരു സംശയം ആർക്കും വേണ്ട. എന്നാൽ ഇനി അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു സമയമാകരുതേ. പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നമ്മോട് സംസാരിക്കുകയാ. ഇത് അതിവേഗം മാനസാന്തരപ്പെടുവാനുള്ള സമയമാണ്. നമ്മൾ അടയാളങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴേക്കും, അടയാളം വെളിപ്പെടുമ്പോഴേക്കും സമയം അതൊത്തിരി വൈകിപ്പോയിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗം തരുന്ന ഈ മുന്നറിയിപ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. ഒരു അന്തിമമായ യുദ്ധത്തിൽ, നിർണായകമായ യുദ്ധത്തിൽ വെളിപാടിലെ സ്ത്രീയും അഗ്നിമയനായ സർപ്പവും തമ്മിലുള്ള ഈ ഘോര യുദ്ധത്തിന്റെ നാളുകളിൽ സ്വർഗത്തിന്റെ മുന്നണി പോരാളികളായി പരിശുദ്ധ ത്രിത്വം, പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഒരു സൈന്യ നിരയെ ഈ നാളുകളിൽ രൂപപ്പെടുത്തുകയാണ്. അതാണ് അമ്മയുടെ അന്ത്യകാല പ്രേക്ഷിതർ. ഈ അന്ത്യകാല പ്രേക്ഷിത ഗണത്തിൽ, പരിശുദ്ധ ത്രിത്വത്തിന്റെ ഈ സൈന്യ നിരയിൽ ഞാനും നിങ്ങളും അതിൽ ഭാഗവാക്കുകളായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ അനുഭവം എന്ന് പറയുന്നത്. അതിനുവേണ്ടി സ്വർഗം ഈ ശുശ്രൂഷ നമുക്കായി ഈ ഒരു സമയത്തൊരുക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ദുഷ്ടന്റെ സ്വാധീന വലയത്തിലാണ്. പൗലോസ് പറയുന്നുണ്ട്, കൊരിന്തോസ് സഭയ്ക്ക് 2 ലേഖനം 4 അധ്യായം 4 വചനത്തിൽ എന്താണ് ശ്ലീഹ പറയുന്നത്? ഈ ലോകത്തിന്റെ ദേവൻ അതാരാണ്? പിശാചാണ്. അവിശ്വാസികളെ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ഇന്ന് അനേക മനുഷ്യ മനസ്സുകളെ, സഹോദരങ്ങളെ, അശുദ്ധിയുടെ ശക്തിയാലെ, വിശ്വാസത്യാഗത്താലെ, ഭിന്നതയാലെ, വെറുപ്പിനാലെ, സ്നേഹരാഹിത്യത്താലെ, സംശയത്താലെ മനുഷ്യ മനസ്സുകളെ പിശാച് അന്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ, കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വം ദർശിക്കാൻ ഇന്ന് അനേകർക്ക് കഴിയുന്നില്ല. നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഹൃദയത്തിൽ സ്വന്തമാക്കാൻ പറ്റുന്നില്ല. സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയാതെ പോകുന്നു. എന്താ കാരണം? അനേക മനുഷ്യ മനസ്സുകളെ പിശാച് ഈ ലോകത്തിന്റെ അരൂപിയിൽ ബന്ധിച്ചിരിക്കുന്നു, അന്ധമാക്കിയിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇപ്രകാരം ഒരു കാലത്തിലാണ്. പിശാച് എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല, ആണ് സഹോദരങ്ങളെ. സാത്താൻ ഒരു മിഥ്യാസങ്കല്പമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ കർത്താവ് വ്യക്തമായി പിശാചിനെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 391 ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുകയാണ്, ദൈവഹിതത്തിനെതിരായി നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ എടുത്ത തീരുമാനത്തിൻ്റെ പിന്നിൽ വഞ്ചനാത്മകവും ദൈവവിരുദ്ധവുമായൊരു സ്വരം, അവരെ മരണത്തിൽ വീഴ്ത്തുന്ന അസൂയാകലുഷമായൊരു സ്വരം പതിയിരിക്കുന്നു. വിശുദ്ധ ലിഖിതവും സഭാ പാരമ്പര്യവും ഈ സ്വരത്തിന് ഹേതുവായ യാഥാർത്ഥ്യത്തിൽ നിബന്ധിച്ച മാലാഖയെ തിരിച്ചറിയുന്നു. സാത്താൻ, പിശാച് എന്നീ പേരുകളിൽ അവൻ അറിയപ്പെടുന്നു. എൻ്റെ സഹോദരങ്ങൾ, സാത്താൻ, പിശാച് എന്ന് പറയുന്നത് കെട്ടുകഥയല്ല. പരിശുദ്ധ വചനവും കത്തോലിക്ക സഭയുടെ മതബോധനവും വിശുദ്ധരുടെ സാക്ഷ്യങ്ങളും അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളും വ്യക്തമായി പിശാചൊരു യാഥാർത്ഥ്യമാണെന്നും സാത്താന്റെ അസ്തിത്വത്തെ അത് അംഗീകരിക്കുന്നുവെന്നും നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ നിർണായകമായ യുദ്ധത്തിന്റെ സമയം, ഈറ്റുനോവിന്റെ കാലം, അത് ഒരു ആത്മീയമായ യുദ്ധത്തിന്റെ കാലമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയണം, ഈ ഒരു കാലഘട്ടത്തെ ലയോ 13 മാർപ്പാപ്പ, ഭാഗ്യസ്മരണാർഹനായ, സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു ലയോ 13 മാർപ്പാപ്പ. ഫാത്തിമയിൽ നമ്മുടെ അമ്മ മാതാവ് സ്വർഗം വിട്ടിറങ്ങി വരുന്നതിനേക്കാൾ 33 വർഷങ്ങൾക്ക് മുൻപ് ലയോ 13 മാർപ്പാപ്പയ്ക്ക് ഭീകരമായൊരു ദർശനം കർത്താവ് കൊടുത്തു. 1884 ഒക്ടോബർ 13 നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണമേ.
നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ കൃത്യമായി സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. പിശാച് പ്രബലപ്പെടുന്ന നൂറ്റാണ്ട്, സാത്താനെ അധികാരം നൽകപ്പെടുന്ന ഈ കാലയളവിനെ കുറിച്ച് വ്യക്തമായി ലയ 13-ാമൻ മാർപ്പാപ്പയ്ക്ക് സ്വർഗത്തിന്റെ ദർശനമുണ്ടായി. മാർപ്പാപ്പ തന്റെ സ്വകാര്യ ചാപ്പലിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയാനകമായ ദർശനം കാണുകയാണ്. യേശുവും സാത്താനും തമ്മിലുള്ള സംഭാഷണമാണ്. പിശാച് ഗർവോടെ ചോദിക്കുകയാണ്, എനിക്ക് മതിയായ സമയവും അധികാരവും നൽകപ്പെട്ടാൽ നിന്റെ സഭയെ എനിക്ക് നശിപ്പിക്കാനാവും. ഇതിന് മറുപടിയായി കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എത്രത്തോളം സമയം വേണം? പിശാച് മറുപടി പറയുകയാണ്, 100 വർഷവും എന്നെ സേവിക്കുന്ന ആത്മാക്കളുടെ മേൽ അധികാരവും ശക്തിയും എനിക്ക് നൽകണം. മാർപ്പാപ്പ പിന്നീട് കണ്ടത് അല്പകാലത്തേക്ക് താൽക്കാലികമായി കർത്താവ് അത് പിശാചിനെ അനുവദിച്ചു കൊടുക്കുകയാണ്. പിന്നീട് മാർപ്പാപ്പ കാണുന്നത് പിശാചിന്റെ ആധിപത്യം, അവന്റെ പ്രബലത സഭയിലും ലോകത്തിലും അത്യുച്ഛ നിലയിലെത്തിയ ഭീകരമായ കാഴ്ചകളാണ്. ധാർമ്മികമായ അധപതനങ്ങള്, ദൈവനിഷേധങ്ങള്, വിനാശകരമായ ദൈവനിന്ദകള്, മതപീഡനങ്ങള്, കുടുംബ തകർച്ചകള്, കലഹങ്ങള്, ഭിന്നതകള് എന്നുവേണ്ട എല്ലാവിധ പാപം മ്ലേച്ഛതയുടെ ഭയാനകമായ വർധനവ് മാർപ്പാപ്പ കാണുകയാണ്. ലോകത്തിലും സഭയിലും വലിയ തകർച്ചകൾ സംഭവിക്കുന്നു. ആത്മീയ തകർച്ചകൾ സഭയിൽ ഉണ്ടാകുന്നു. വിശ്വാസ ത്യാഗം സംഭവിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് തിരിച്ചറിയുമ്പോഴൊരു കാര്യം മനസ്സിലാക്കണം. താൽക്കാലികമായി അല്പകാലത്തേക്കാണ് ഈ അനുവാദം കർത്താവ് പിശാചിന് കൊടുത്തത്. കത്തോലിക്ക സഭയുടെ മതബോധനം പറയുന്നുണ്ട്, 395-ാമത്തെ ഖണ്ഡികയിൽ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധയോടെ അതൊന്ന് വായിക്കാം. എങ്കിലും പിശാചിന്റെ ശക്തി അനന്തമല്ല, അവനൊരു സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. ദൈവരാജ്യത്തിന്റെ നിർമ്മിതി തടയാൻ പിശാച് ശക്തനല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന നൂറ്റാണ്ടാണ് നമ്മളായിരിക്കുന്ന ഈ നൂറ്റാണ്ട്. പിശാചിന് അധികാരം നൽകപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആയിരിക്കുന്നത്. അതാണ് വെളിപാടിന്റെ കാലം. ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, പിശാചിന്റെ ശക്തി അനന്തമല്ല, അവൻ വെറും ഒരു സൃഷ്ടി മാത്രമാണ്. കർത്താവിൻ്റെ പ്രവർത്തികളെ, ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതികളെ തടസ്സപ്പെടുത്തുവാൻ, ഇല്ലാതാക്കാൻ ഒരിക്കലും പിശാചിന് സാധിക്കുകയില്ല. അവനൊരു സൃഷ്ടി മാത്രമാണ്. താൽക്കാലികമായി അനുവാദം സാത്താന് കിട്ടുകയാണ്. അപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ഒരു കാലം, വെളിപാടിൻ്റെ കാലം, ഈറ്റുനോവിൻ്റെ കാലം എന്ന് പറയുന്നത് പിശാച് പ്രബലപ്പെട്ട കാലമാണ്. അതിൻ്റെ തെളിവുകളാണ്, അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവനിഷേധമായി, ദൈവദൂഷണമായി, മതപീഡനങ്ങളായി, വിനാശകരമായ ദൈവനിന്ദകളായി, എൻ്റെ സഹോദരൻ, കുടുംബ കലഹങ്ങൾ, തകർച്ചകൾ, ഭിന്നതകൾ, അനൈക്യങ്ങൾ, സ്നേഹരാഹിത്യം, വഴിവിട്ട ലൈംഗിക രാജകത്വങ്ങൾ, മ്ലേച്ഛതയുടെ വർധനവ് എന്ന് വേണ്ട നമ്മളിന്ന് ലോകത്തിൽ കാണുന്ന സകലവിധ മലിനതകളും ദുഷിപ്പുകളും പിശാച് പ്രബലപ്പെട്ട ആ സമയത്തിൻ്റെ പ്രാധാന്യതയിലേക്ക് സ്വർഗം വിരൽ ചൂണ്ടുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, വെളിപാട് പുസ്തകം 12:12 കാലത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വചനം, അവിടെ പരിശുദ്ധ വചനം പറയുന്നു, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ലയം 13-ാമൻ മാർപ്പാപ്പയുടെ പ്രത്യക്ഷീകരണത്തോട് ബന്ധപ്പെട്ട് വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പറഞ്ഞു, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. എന്താണ് മാർപ്പാപ്പ പറഞ്ഞത്? വിശുദ്ധ മിഖായേൽ ദൂതന്റെ പ്രധാന ദൗത്യമായ പിശാചിനെതിരായ പോരാട്ടം ഇന്നും തുടരുന്നു. കാരണം പിശാച് ഇപ്പോഴും ലോകത്ത് സജീവം പ്രവർത്തന നിരതനുമാണ്. അപ്പൊ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, വെളിപാടിന്റെ കാലം
ഇറ്റുനോവിന്റെ കാലം. വെളിപാട് 12:12 വചനം പറയുകയാണ്, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. ഈ നിർണായകമായ യുദ്ധത്തിന്റെ നാളുകളിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗം നമ്മളെ പഠിപ്പിക്കുകയാണ്, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പിശാചിന് വളരെ വ്യക്തമായിട്ടറിയാം. ഇനി തനിക്ക് അധികം നാളുകളില്ല, തനിക്ക് അധികം സമയമില്ല. അതുകൊണ്ട് തൻ്റെ എല്ലാ കഴിവും തന്ത്രവും ഉപയോഗിച്ച് അനേകം ആത്മാക്കളെ നിത്യ നരകത്തിലേക്ക്, നാശത്തിലേക്ക് പിശാച് ഇന്ന് കൊണ്ടുപോവുകയാണ്. അതിനു വേണ്ട ചതികള്, വഞ്ചനകള്, നുണകള്, കള്ളത്തരങ്ങള്, അശുദ്ധികള്, മ്ലേച്ഛതകള്, എല്ലാവിധ ദുഷിപ്പുകള് പിശാച് ഇന്ന് ഈ സമൂഹത്തിലേക്ക്, ലോക ജനതയിലേക്ക് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സഭയിൽ വലിയൊരു മിസ്റ്റേക്കാണ് വാസുല റീഡൻ. ഒരിക്കൽ കർത്താവ് അവളോട് പറഞ്ഞു, ഞാൻ ഏൽപ്പിക്കുന്ന ചില ദൗത്യങ്ങളുമായി എൻ്റെ ദൂതന്മാരെ ഈ ലോകത്തിലേക്ക് വന്ന് ദൗത്യ നിർവഹണത്തിന് ശേഷം അവർ തിരിച്ച് സ്വർഗത്തിലേക്ക് വരുന്ന സമയത്ത് മാലാഖമാർക്ക് പോലും വഴി തെറ്റുമാറ് ഈ ലോകത്തെ പിശാച് അശുദ്ധിയുടെയും വെറുപ്പിൻ്റെയും അരാജകത്വത്തിൻ്റെയും പുതപ്പ് കൊണ്ട് പുതപ്പിച്ചിരിക്കുകയാണ്. അത്രമാത്രം ഈ ലോകം കറപ്റ്റഡ് ആണെന്ന് ഈശോ ഒരിക്കൽ വാസുല റീഡനോട് വെളിപ്പെടുത്തി. അത്രമാത്രം പൊല്യൂറ്റഡായ, കറപ്റ്റഡായ ഒരു തലമുറയിലാണ് സഹോദരങ്ങളെ നമ്മളിത് ജീവിക്കുന്നത്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എബ്രായ പുസ്തകം 10-ാം അധ്യായം 37-ാം വചനത്തിൽ എന്താ വചനം പറയുന്നത്? ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും, അവൻ താമസിക്കുകയില്ല. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. സഹോദരങ്ങളെ, ഈ സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് പറഞ്ഞു, ഞാൻ മുദ്രിത ഗ്രന്ഥം നിങ്ങൾക്കായി തുറന്നു തരാൻ പോവുകയാണ്. ഫാദർ ഷെഫാന ഗോപിയിലൂടെ അമ്മ നമ്മോട് സംസാരിച്ചു. എന്താണ് അമ്മ പറഞ്ഞത്? നമുക്ക് ശ്രദ്ധാപൂർവ്വം ഒന്ന് ആ സന്ദേശം ശ്രദ്ധിക്കാം. വിശുദ്ധ ലിഖിതങ്ങളുടെ പൂർണ്ണമായ തിരിച്ചറിവിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കും. എല്ലാറ്റിനും ഉപരി നിങ്ങൾ ജീവിക്കുന്ന അവസാന പുസ്തകത്തിൻ്റെ താളുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരും. നിങ്ങൾ ജീവിക്കുന്ന അവസാന പുസ്തകത്തിൻ്റെ താളുകൾ, അത് വെളിപാടിൻ്റെ പുസ്തകമാണ്, അത് വെളിപാടിൻ്റെ നാളുകളാണ്. ഞാൻ നിങ്ങൾക്കായി മുദ്രിത ഗ്രന്ഥം തുറക്കുകയാണ്. ആവേ മരിയ, ആവേ മരിയ. സത്യോടെ പറഞ്ഞേ, ആവേ മരിയ, ആവേ മരിയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുദ്രിത ഗ്രന്ഥം, അതേത് ഗ്രന്ഥ? വെളിപാടിൻ്റെ പുസ്തകമാണ്, ഞാൻ തുറന്നു തരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി പരിശുദ്ധ വചനം പറയുന്നു, ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നുള്ളൂ, വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. ഇതിനോട് ബന്ധപ്പെട്ടാണ് മെജുഗുറിയയിൽ അമ്മ പറഞ്ഞത്. മെജുഗുറിയയിൽ അമ്മ പറഞ്ഞു, ഇത് പിശാചിനെ അധികാരം അനുവദിക്കപ്പെട്ട സമയമാണ്. മുഴുവൻ ലോകത്തിൻ്റെ മേലും അന്ധകാരം ആധിപത്യം പുലർത്തിയിരിക്കുന്നു. ഇന്ന് വളരെയധികം മനുഷ്യരും വിശ്വാസമില്ലാതെയാണ് ജീവിക്കുന്നത്. പലർക്കും യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. എത്ര കൃത്യമാണ് സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ. അതേസമയം തന്നെ അവർ സമാധാനവും സംതൃപ്തിയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്ക് ആവശ്യമായിരിക്കുന്നത് ഇവിടെയാണ്. ഒന്നിച്ച് വായിച്ച്, മനുഷ്യവംശത്തെ രക്ഷിക്കുവാനുള്ള ഏക വഴി പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം തരുന്ന ഈ പ്രവചന സന്ദേശം പിശാചിനെ അധികാരം അനുവദിക്കപ്പെട്ട ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ സഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായവും സംരക്ഷണവും മാധ്യസ്ഥവും അമ്മയുടെ മക്കളായ, സഭാ മക്കളായ എനിക്ക് നിങ്ങൾക്ക് ആവശ്യമാണ്. ആവേ മരിയ, ആവേ മരിയ. പരിശുദ്ധ അമ്മ മാതാവ് ലാസ്ലേറ്റിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മുടെ അമ്മ പറഞ്ഞു, എന്താണ് അമ്മ പറഞ്ഞത്? സാത്താന് സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഈ നൂറ്റാണ്ടിൽ
അവൻ ഒരുക്കുന്ന കെണികളിൽ നിന്ന് രക്ഷപ്പെടാനായി അമ്മയോട് ചേർന്ന് അണിനിരക്കുക. അമ്മയോട് ചേർന്ന് അണിനിരക്കുക. അമ്മയുടെ സൈന്യനിരയിൽ അംഗങ്ങളായി മാറുക. അമ്മയുടെ പൊന്നോമന മക്കളായി വിശുദ്ധിയോടെ ജീവിക്കുക. അമ്മ പറയാണ്, മക്കളെ നിങ്ങൾ എന്നോടൊപ്പം അണിനിരക്കുക. പിശാചിന് അധികാരം നൽകപ്പെട്ട ഈ ഒരു സമയത്തിൽ നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കാതിരിക്കാൻ അമ്മ പറയുകയാണ്, മക്കളെ നിങ്ങൾ എന്നോടൊപ്പം അണിചേരുക. അമ്മയുടെ സൈന്യമായി, അന്ത്യകാല പ്രേക്ഷിതരായി, ദൈവരാജ്യത്തിന്റെ മുന്നണി പോരാളികളായി, പരിശുദ്ധാത്മാവിന്റെ തലമുറയായി. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അനോയിന്റിങ്, അനോയിന്റിങ്, അനോയിന്റിങ്. സഹോദരങ്ങളെ, ചുരുങ്ങിയ സമയമേ അവശേഷിക്കത്തുള്ളൂ. രണ്ടാമത് വചനത്തിൽ നമ്മൾ എന്താ കാണുന്നത്? വെളിപാട് പുസ്തകം 12:12 നമ്മൾ കാണുകയാണ്, ഈ യാഥാർത്ഥ്യം അറിയുന്നത് കൊണ്ട് പിശാച് എന്ത് ചെയ്യുന്നു? പിശാച് എന്താ ചെയ്യുന്നത്? അരിശം കൊണ്ട് നിങ്ങൾ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആരുടെ അടുത്തേക്ക്? ദൈവജനത്തിനരികിൽ എന്ന് പറഞ്ഞാൽ അത് സഭയാണ്. ദൈവത്തിൻ്റെ ജനം സഭയാണ് സഹോദരങ്ങളെ. സഭയെ നശിപ്പിക്കുവാൻ, സഭയെ തകർക്കുവാൻ, സഭയിൽ ഭിന്നത വിതയ്ക്കുവാൻ, സഭയെ ശിഥിലീകരിക്കുവാൻ, സഭയുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ സഭയ്ക്കെതിരെ അവൻ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വിശുദ്ധനായ പോൾ 6 മാർപ്പാപ്പ ഈ സത്യം സഭാ മക്കളോട് പറയുന്നുണ്ട്. പോൾ 6 മാർപ്പാപ്പ പറയുകയാണ്, എന്താ മാർപ്പാപ്പ പറയുന്നത്? ഏതോ വിള്ളലിലൂടെ സാത്താന്റെ പുക ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. പ്രതിയോഗിയുടെ ശക്തിയാണ് അത്. കൃത്യം വായിക്കുക, അത് കാണിക്കട്ടെ മക്കളെ. പ്രതിയോഗിയുടെ ശക്തിയാണ് ഇതിൻ്റെ പിന്നിൽ. അവൻ്റെ പേരാണ് പിശാച്. ഏതോ ഒരു വിള്ളലിൽ കൂടി സാത്താന്റെ പുക ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. കണ്ടു, നിങ്ങൾ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സഭയെ നശിപ്പിക്കുവാൻ, കുടുംബങ്ങളെ താറുമാറാക്കാൻ. ശ്രദ്ധിക്കണമേ, എത്ര കുടുംബങ്ങൾ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സോറി പറഞ്ഞ് തീരുന്ന വിഷയം സുപ്രീം കോർട്ട് വരെ പോണേ. കാരണം ക്ഷമിക്കുവാൻ, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. കുടുംബങ്ങൾ നശിക്കുന്നു, കുടുംബങ്ങൾ തകരുന്നു, ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു. ഭിന്നതകളും അനൈക്യവും സ്നേഹരാഹിത്യവും എവിടെയും ഇന്ന് കാണുന്നു. വിശ്വസ്തതയും വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ എവിടെയും സംജാതമാകുന്നു. എന്താണ് ഇതിൻ്റെ കാരണം സഹോദരങ്ങളെ? ചുരുങ്ങിയ സമയമേ അവശേഷിക്കുള്ളൂ അറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് ഇറങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കാൻ, സഭയെ തകർക്കാൻ. ലയോ 13 മാർപ്പാപ്പ കണ്ട ആ ഭയാനകമായ ദർശനത്തിൻ്റെ അവസാന നാളുകളിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് മറന്ന് ജീവിക്കരുതെന്ന് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പത്രോസ്ലീഹ സഭയെ പഠിപ്പിച്ചു. തന്നെഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 8-ാം വചനത്തിൽ എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? നിങ്ങൾ ശത്രുവായ പിശാചേ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു. ശത്രുവായ പിശാച് സിംഹത്തെ പോലെ ആരെ നശിപ്പിക്കണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ആത്മാക്കളെ നശിപ്പിക്കുവാൻ, കെണിയിൽ അകപ്പെടുത്തുവാൻ, കുടുംബങ്ങളെ താറുമാറാക്കാൻ, സമർപ്പിതരുടെ സമർപ്പണത്തെ കെടുത്തിക്കളയാൻ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൃപയിൽ വീഴ്ത്തിക്കളയാൻ, വിശ്വാസത്യാഗത്തിന് കളകൾ സഭയ്ക്കകത്ത് വിതയ്ക്കുവാൻ, സഭയെ ശിഥിലീകരിക്കുവാൻ അവൻ അന്വേഷിച്ച് നടക്കുകയാണ്. അലറുന്ന സിംഹത്തെ പോലെ. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ, ഈ നിർണായകമായ യുദ്ധത്തിൽ നമ്മെ നയിക്കുവാൻ പരിശുദ്ധ ത്രിത്വം നിയോഗിച്ചിരിക്കുന്ന സൈന്യാധിപയാണ് പരിശുദ്ധ അമ്മ മാതാവ്. നമ്മൾ അമ്മയുടെ പൊന്നോമന മക്കളാണ്. അമ്മ തൻ്റെ ആ കാപ്പയ്ക്കുള്ളിൽ നമ്മൾ മറച്ചിരിക്കുകയാണ്. 12-ാം പീയൂസ് മാർപ്പാപ്പ പറയുന്നുണ്ട്,
നിങ്ങൾ ശ്രദ്ധിച്ച് 12-ാം പീസ് മാർപ്പാപ്പ പറയാ, മറിയം സാത്താനും അവന്റെ സൈന്യത്തിനുമെതിരെ സൈന്യനിര പോലെ ശക്തയും ഭയങ്കരിയുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ നമ്മളൊരു പാട്ട് പാടുന്നില്ലേ, ഇതാ ഭയങ്കരിയുമാണ്, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ പരിശുദ്ധ അമ്മയെ കുറിച്ച്. ഒന്ന് പാടിക്കേ. നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ. 12-ാം പീസ് മാർപ്പാപ്പയുടെ വാക്ക് എത്ര പ്രൊഫറ്റിക്കാണ്, എത്ര പ്രൊഫറ്റിക്കാ സഹോദരങ്ങളെ. മറിയം സാത്താൻ അവന്റെ സൈന്യ നിരക്കുമെതിരെ ഉള്ള ഭയങ്കരിയാണ്. അവൾ സൈന്യാധിപയാണ്. അവളാണ് യുദ്ധം നയിക്കുന്നത്. നമ്മൾ അവളുടെ സൈന്യനിരയിൽ അംഗങ്ങളാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറഞ്ഞ ആവേ മരിയ. എല്ലാവരും ഉച്ചത്തിൽ ആനന്ദത്തോടെ പറഞ്ഞ ആവേ മരിയ. അപ്പൊ സഹോദരങ്ങൾ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ്ലിഹ സഭയെ പഠിപ്പിക്കുന്നത് കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, അവിടെ 11-ാമത്തെ വചനം എന്താ പറയുന്നത്? 2-ാമത്തെ ലേഖനം പൗലോസ്ലിഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാമത്തെ വചനം. ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഈറ്റുനോവിന്റെ കാലമായ ഈ നിർണായകമായ യുദ്ധത്തിന്റെ ഈ നാളുകളെ സഭയിലെ വലിയൊരു മിസ്റ്റിക്കാണ് ആൻ കാതറിൻ എമറിച്ച്. വലിയൊരു മിസ്റ്റിക്. ആൻ കാതറിൻ എമറിച്ചിനുണ്ടായ കൃത്യമായ ദർശനങ്ങൾ, കർത്താവും പരിശുദ്ധ അമ്മയും നൽകിയ ദർശനങ്ങൾ, ഈ വെളിപാടിന്റെ കാലഘട്ടത്തെ ആൻ കാതറിൻ എമറിച്ച് ആത്മാവിൽ കണ്ടുകൊണ്ട് സഭയോട് അവൾ പറയുകയാണ്, എനിക്ക് ചുറ്റും ഭീകരവും രക്തരൂഷിതവുമായ പോരാട്ടങ്ങൾ ഞാൻ ദർശിച്ചു. ലൂസിഫറിന് കുറെ കാലത്തേക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടതായി ഞാൻ കേട്ടു. ഭൂമി മുഴുവനും അന്ധകാരത്താൽ ആവൃതമായിരിക്കുന്നു. വരണ്ടതും ഫലശൂന്യവുമായ മണ്ണ്, അരുവികളിലെയും നദികളിലെയും ജലം വറ്റിപ്പോകുന്നു. മനുഷ്യർക്കിടയിൽ ഒരുമിച്ച് ശ്രദ്ധാപൂർവം വായിച്ച്, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പെരുകുന്നത് ഞാൻ കണ്ടു. രാജ്യങ്ങളും ജനതകളും കഠിനമായ ദുരിതങ്ങളിലും പരസ്പരമുള്ള കഠിന പോരാട്ടങ്ങളിലും തളർന്നു പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, ആക്ഷരികമായി ലിറ്ററലി നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ പ്രവചനാത്മാവിൽ ആൻ കാതറിനെ എംറിച്ച് കാണുകയാണ്. നമ്മൾ അധിവസിക്കുന്ന ഈ കാലഘട്ടം, നമ്മളായിരിക്കുന്ന ഈ നാളുകൾ, പരിശുദ്ധ വചനം പറയുന്നു, അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അജ്ഞരാകരുത്. അവന്റെ ചതികളെ കുറിച്ച്, അവനൊരുക്കുന്ന കെണികളെ കുറിച്ച്, അവന്റെ വഞ്ചനകളെ കുറിച്ച് നമ്മൾ അജ്ഞരാകരുത്. സഹോദരങ്ങളെ, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. രണ്ടാമത് പറയാണ്, ഇത് മനസ്സിലാക്കി അരിശം കൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കുവാൻ, കുടുംബങ്ങളെ താറുമാറാക്കാൻ, അനേകരുടെ സമർപ്പണത്തെ കെടുത്തിക്കളയാൻ, പ്രാർത്ഥനയിലും വചന ധ്യാനത്തിലും പരിശുദ്ധ കുദാശകളിലും കൗദാശക ജീവിതത്തിലും ആത്മീയ മന്ദതയുള്ളവരാക്കി കർത്താവിനാൽ വിളിക്കപ്പെട്ടവരെ അത്തരത്തിലുള്ള ഒരു ദുസ്ഥിതിയിലേക്ക് നയിക്കാൻ ഇന്ന് പിശാച് തന്ത്രപൂർവ്വം പ്രവർത്തിക്കുന്നൊരു സമയം. നമ്മളതാണ് ഇന്ന് അനേക ആത്മീയ മന്ദതയിലാകുന്നു. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം ധ്യാനിക്കാൻ പറ്റുന്നില്ല, പരിശുദ്ധ കുദാശകളിൽ പങ്കെടുത്ത് അതിൻ്റെ കൃപയോടെ യോഗ്യതയോടെ കുദാശകൾ സ്വീകരിക്കാൻ, ഉൾക്കൊള്ളാൻ, അനുഭവിക്കാൻ പറ്റുന്നില്ല. അനേകം ആത്മാക്കൾ ആത്മീയ അനാസ്ഥയിലും മന്ദതയിലുമാണ്. ഇത് അവിചാരിതങ്ങളല്ല പ്രിയപ്പെട്ടവരെ, ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. മൂന്നാമതായി നമ്മളവിടെ എന്താ കാണുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണമേ, എന്താ കാണുന്നത്? വെളിപാട് പുസ്തകം 12:17 വരണം. വെളിപാട് പുസ്തകം 12:17 വരുമ്പോൾ, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ആരാണ് ഈ സർപ്പം? വെളിപാട് പുസ്തകം 12:7 കാണുന്നുണ്ട് വ്യക്തമായി. വെളിപാട് അനന്തര സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. 9-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുന്നു, ആ വലിയ സർപ്പം
സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവന്റെ ദൂതന്മാരും. ആരാണ് ഈ സർപ്പം? സാത്താനാണ് ഈ സർപ്പം, പുരാതന സർപ്പം. ആ പഴയ പാമ്പ് നമ്മുടെ ഹവമെച്ചിയെ ചതിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിപ്പിച്ച ആ പഴയ പാമ്പ്, അതാണ് ഈ പുരാതന സർപ്പം. അത് പിശാചാണ്. ആരാണ് ഈ സ്ത്രീ? വെളിപാട് പുസ്തകം 12:1 കാണുന്നുണ്ട്. ഈ സ്ത്രീ ആരാണ്? നമുക്കറിയാം. ഈ സ്ത്രീ ആരാണ്? സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. വീണ്ടും വെളിപാട് 12:3 വന്നേ, അവിടെ പറയാണ്, സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. 10 കൊമ്പ് എന്താ സഹോദരങ്ങളെ? പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രീമേസൺസും ഇലുമിനാറ്റികളും പല പൈശാചിക പ്രസ്ഥാനങ്ങളും ഇന്ന് ഒരുമിച്ച് കൂടി കർത്താവ് നൽകിയ 10 പ്രമാണങ്ങളെ ഇല്ലാതാക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ 7 കൃപാദാനങ്ങളെ അതിന് വിരുദ്ധമായി കൗണ്ടറായി പിശാചിന് രൂപപ്പെടുത്തിയിരിക്കുന്ന അവൻ്റേതായ ചില ഇസങ്ങളുണ്ട്. അതാണ് അവിടെ കാണിക്കുന്നത്. അഗ്നിമയനായ സർപ്പം, അതാര? പിശാചാണ്. സഹോദരങ്ങളെ, അവസാന നാളുകളിൽ, വെളിപാടിൻ്റെ നാളുകളിൽ ഇതുപോലെയുള്ള സംഗതികൾ സംഭവിക്കുമെന്ന് എത്രയും കൃത്യമായി തൻ്റെ ജനത്തിന് വേണ്ടി കർത്താവ് ഈ പ്രവചനങ്ങളെല്ലാം തൻ്റെ അപ്പോസ്തലന്മാരോട് തന്നിരിക്കുകയാണ്. തൻ്റെ അമ്മയിലൂടെ ഇന്നും ഈ പ്രവചനങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ സത്യപ്രബോധനങ്ങളിലൂടെ ഇത് വിവേചിക്കുന്നവരായി നമ്മൾ മാറണം. വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങളിലൂടെ, സഭയിലെ മാർപ്പാപ്പന്മാരുടെ പ്രസ്താവനകളിലൂടെ എല്ലാം നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലത്തിൻ്റെ സമയം വേണ്ടതുപോലെ നമ്മൾ തിരിച്ചറിയണം. അഗ്നിമയനായ സർപ്പം, അവൻ എന്താ ചെയ്യുന്നത്? സ്ത്രീയുടെ നേരെ കോപിച്ചു. 12:17 പറയുന്നു, ദൈവകൽപ്പനകൾക്കെതിരെ. എല്ലാവരും പറഞ്ഞേ, ദൈവകൽപ്പനകൾക്കെതിരെ. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവകൽപ്പനകൾക്കെതിരെ. നിങ്ങൾ ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഇന്ന് ദൈവകൽപ്പനകൾക്കെതിരെയും ഈ കൽപ്പനകൾ കാക്കുന്നവരെയും നശിപ്പിക്കുവാനാണ് പിശാച് ഘോര യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിർണായകമായ യുദ്ധത്തിന്റെ സമയത്ത് പിശാചിന്ന് ഫോക്കസ് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാ? ദൈവകൽപ്പനകൾ കാക്കുന്നവരെ നശിപ്പിക്കുവാൻ. അതാരാ? കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കള്. അവർ പോലും വഴിതെറ്റിപ്പോകുന്നൊരു കാലം, കൃപയിൽ വീണുപോകുന്ന കാലം, അശുദ്ധിയിലും അവിശ്വസതയിലും വ്യാപരിക്കുന്നൊരു സമയം. അതിന്റെ കാരണം എന്താ? അവരോടാണ് ഈ യുദ്ധം പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൈവകൽപ്പനകൾ ഇല്ലാതാക്കാൻ. ഇന്ന് ലോകരാജ്യങ്ങൾ, നമ്മളത് 2-ാം ദിനത്തിൽ കണ്ടു, മത്സരിച്ചുകൊണ്ട് പാപകരമായ നിയമങ്ങൾ ഇന്ന് അനേക രാജ്യങ്ങളിൽ പാസാക്കിക്കൊണ്ടിരിക്കുക, പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുക. എത്രയോ പാപകരമായ, മ്ലേച്ഛമായ, കർത്താവിൻ്റെ സുവിശേഷ സത്യങ്ങൾക്ക് വിരുദ്ധമായ നിയമങ്ങൾ ഇന്ന് ലോകരാജ്യങ്ങൾ മത്സരിച്ചുകൊണ്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു. ഇത് അവിചാരിതങ്ങളല്ല സഹോദരങ്ങളെ. ദൈവകൽപ്പനകൾക്കെതിരെ പിശാച് തുറന്ന യുദ്ധം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, പരിശുദ്ധ അമ്മയാണ് ഈ യുദ്ധം നയിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഈ യുദ്ധത്തെ നിയന്ത്രിക്കുന്നത്. പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയും പരിശുദ്ധ വചനവും അതുപോലെ തന്നെ വിശുദ്ധരുടെ മാധ്യസ്ഥവും സ്വർഗത്തിൻ്റെ സഹായവും നമുക്കുണ്ട് സഹോദരൻ. നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്കുണ്ട്. അതനുഭവിച്ച് സ്വന്തമാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ അത്തരത്തിലുള്ള ആത്മാക്കളെ തൊടുവാൻ പിശാചിന് സാധിക്കുകയില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഓരാ സ്വരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ. എന്റെ സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവകൽപ്പനകൾക്കെതിരെ 10 പ്രമാണങ്ങൾ ചിലർ ചിന്തിക്കുന്നുണ്ട് അത് പഴയ നിയമത്തിലൊരു ഉപദേശമല്ല. സഹോദരങ്ങളെ, 10 പ്രമാണങ്ങൾ അത് കാലഹരണപ്പെട്ടു പോയില്ല. അത് അന്നും ഇന്നും ഒരുപോലെ പ്രാധാന്യമുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നു,
CCC 1724 ഇത് സഭയുടെ സത്യപ്രബോധനമാ. സഭ എന്താ പഠിപ്പിക്കുന്നത്? 10 പ്രമാണങ്ങളും ഗിരിപ്രഭാഷണവും അപ്പോസ്തലിക വിശ്വാസ പരിശീലനവും സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന മാർഗങ്ങളാണ്. 10 പ്രമാണങ്ങൾ സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവിക പ്രമാണങ്ങളാണ്, കർത്താവിന്റെ ചട്ടങ്ങളാണ്. ഹല്ലേലൂയ. അത് കാലഹരണപ്പെട്ടു പോയോ? കാലഹരണപ്പെട്ടു പോയില്ല സഹോദരങ്ങളെ. 1-ാം പ്രമാണം നമുക്കറിയാം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഇന്ന് ഈ ശ്രേഷ്ഠവും അതിപ്രധാനവുമായി കൽപ്പനയെ, ഈ 1-ാം പ്രമാണത്തെ ഇന്ന് പിശാച് തകിട് മറിക്കാൻ നോക്കുകയാണ്, ഇല്ലാതാക്കുകയാണ്. അതിനാണ് ഇന്ന് സാത്താൻ ക്രിസ്തുവിനെ യോജിക്കാത്ത പല ഫിലോസഫികൾ ഇന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ടതാണ് നവയുഗ പ്രസ്ഥാനങ്ങൾ, ന്യൂ ഏജ് മൂവ്മെൻറ്റ്. നമ്മൾ അടുത്തൊരു ദിവസത്തിനെ കുറിച്ച് ധ്യാനിക്കും. ന്യൂ ഏജ് മ്യൂസിക്, ന്യൂ ഏജ് മെഡിസിൻ, ന്യൂ ഏജ് റിലീജിയൻ, ന്യൂ ഏജ് തിങ്കിങ്. എന്തൊക്കെ പേരുകളാണ് ഇതെല്ലാം! ഈ ഫ്രീ മേസൺസിൻ്റെയും ഇലുമിനാറ്റികളുടെയും അതുപോലെ തന്നെ ചില മത തീവ്രവാദ ശക്തികളുടെയും ഇങ്ങനെയുള്ള പിശാച് രൂപം കൊടുത്തിരിക്കുന്ന പല പല പ്രസ്ഥാനങ്ങളുടെ എല്ലാം, എൻ്റെ സഹോദരങ്ങളെ, ഇവരെല്ലാം ഒന്നിച്ചുകൊണ്ട് സഭയെ തകർക്കാൻ നോക്കുകയാണ്, സത്യവിശ്വാസത്തെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് അമ്മ മാതാ വേദനയോടെ പറഞ്ഞ്, സഭയ്ക്കകത്തേക്ക് പോലും ഈ ഫ്രീ മേസറി നുഴഞ്ഞു കയറും. അത് സഭയുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ നോക്കും. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സ്വർഗം വെളിപ്പെടുത്തിയ പ്രവചന സന്ദേശമാണിത്. അന്ന് പലർക്കും ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ മാതാവിലൂടെ, മാർപ്പാപ്പമാരുടെ പ്രസ്താവനകളിലൂടെ, പരിശുദ്ധ വചനങ്ങളിൽ വെളിപ്പെട്ട നിത്യസത്യങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ എത്ര അർത്ഥവത്താണെന്ന് നമ്മളായിരിക്കുന്ന നാളുകളിൽ നമ്മൾ തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് സഭയെ തകർക്കുവാനായി ഏറ്റവും അധികം പരിശ്രമിക്കുന്നത് ഇതുപോലെയുള്ള ഫ്രീ മേസൺസും ഇലുമിനാറ്റികളും ചില തീവ്രവാദ ശക്തികളുമാണ് സഹോദരങ്ങളെ. നമ്മളിത് മനസ്സിലാക്കണം. നമുക്ക് കുറച്ച് പേർക്കൊക്കെ ഇത് അറിയാം. അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് അപ്പോൾ നമ്മൾ സഭയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് നമ്മൾ സഭയ്ക്ക് കോട്ട പണിയണം. സഭയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്ന പരിഹാരാത്മാക്കൾ സഭയിൽ എഴുന്നേൽക്കണം. കർത്താവിൻ്റെ മുദ്രിതാത്മാക്കള്, കർത്താവിൻ്റെ ബലിയാത്മാക്കള് കാലത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് സഭയ്ക്ക് വേണ്ടി നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഉണരേണ്ട സമയമാണിത് സഹോദരങ്ങളെ. നമ്മളറിയാതെ പോകരുത്, ഈ കാലം അറിയാതെ പോകരുത്, ഈറ്റുനോവിൻ്റെ സമയം അറിയാതെ പോകരുത്. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും, വീണ്ടെടുപ്പീനായി നാഥൻ വരും. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-3 വചനങ്ങളിൽ പറയുന്നുണ്ട് ഈ സത്യം. വീണ്ടും പറയുന്നു, നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ഹൃദയത്തിൽ പൂജിക്കണം. ഇന്ന് ഈ കൽപ്പനയെ തകിടം മറിക്കുന്ന പിശാച്. 1-ാം പ്രമാണത്തിന് ലംഘനങ്ങൾ. ഇന്ന് നിങ്ങൾ ചിന്തിക്കുക, സഭയിൽ നമ്മളിന്ന് കാണുന്ന പല ദുരിതങ്ങളുടെയും തകർച്ചകളുടെയും കാരണം നമ്മൾ അറിയാതെയോ എവിടെയൊക്കെയോ 1-ാം പ്രമാണം ലംഘിക്കുന്നുണ്ട്. ഫസ്റ്റ് കമാൻഡ്മെന്റിന്റെ ലംഘനമാണ് ഇന്ന് പല ക്രൈസ്തവ കുടുംബങ്ങളുടെ തകർച്ച, പല സമൂഹങ്ങളുടെ തകർച്ച. സഹോദരങ്ങളെ, ദൈവവചനത്തിന് വിരുദ്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ അനുകരിക്കരുത്. അത് കർത്താവിൻ്റെ നിയമമാണ്. അത് പഴയ നിയമത്തിലൊരു പ്രമാണം മാത്രമായി കരുതി നമ്മളതിനെ മാറ്റി നിർത്തരുത്. ദൈവത്തിൻ്റെ വചനം അത് എന്നും എപ്പോഴും ഒന്നു തന്നെയാണ്. അത് ദൈവനിവേശിതമാണ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഓരോ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 2-ാമത്തെ പ്രമാണം എന്താണ്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്. 2-ാമത്തെ പ്രമാണം എന്താണ്? കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണമേ. 20:7 അവിടെ പറയാണ്. 20:7 പുറപ്പാട് പെട്ടെന്ന് ഡിസ്പ്ലേ ചെയ്തോ. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. നീ വൃഥ പറയരുത്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോ സഹോദരങ്ങളെ. ഇന്ന് ഈ പരിശുദ്ധമായ കൽപ്പനയെ തകിടം മറിക്കുവാൻ ഇതിനെ കൗണ്ടറായി പിശാച് ഇന്ന് ചെയ്യുന്നത് അസഭ്യമായിട്ടുള്ള, അല്ലെങ്കിൽ പലപ്പോഴും നിന്ദ്യമായിട്ടുള്ള ചില ഉപയോഗ വസ്തുക്കൾക്ക്, ചില പ്രൊഡക്റ്റുകൾക്ക്
കർത്താവിൻ്റെ പരിശുദ്ധ നാമിട്ടിരിക്കുക. അപ്പം അങ്ങനത്തെ പേരിട്ടിരിക്കുക സഹോദരങ്ങളെ, അങ്ങനത്തെ പേരിട്ടിരിക്കുകയാണ്. ചില സിനിമകൾക്ക് ഈ നാമം ഈ ക്രൈസ്തവ ഈശോയുടെ പേര് ഉപയോഗിക്കുന്ന ചില സിനിമകൾ, അങ്ങനെ ചില ബ്രാൻഡുകൾ. ഈ അടുത്ത കാലത്ത് ഇറ്റലി നിങ്ങൾ കണ്ടില്ലേ, പൊട്ടറ്റയ്ക്ക് അങ്ങനെയുള്ള ഒരു ചിപ്സ്, അത് പരിശുദ്ധ കുർബാനയുടെ എന്ത് പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന എന്ത് വലിയ നിന്ന അപമാനമാണത്, അവഹേളനമാണ് സഹോദരങ്ങളത്. നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. പൊട്ടറ്റോ ചിപ്സിനെ പരിശുദ്ധ കുർബാനയുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ചില പരസ്യങ്ങൾ നമ്മൾ ഈ നാളുകളിൽ കണ്ടു. ഇത് കൃത്യമായ ചില ടാർഗറ്റുകളാണ്. പരിശുദ്ധ കുർബാന അത് ജീവിക്കുന്ന കർത്താവായ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളാണ് സഹോദരങ്ങളെ. അത് യഥാർത്ഥ ഭക്ഷണവും യഥാർത്ഥ പാനീയവുമാണ്. ഈ പരിശുദ്ധ കുർബാന അവഹേളിക്കുക, ഇതൊക്കെ ഫ്രീ മേസൺസിൻ്റെയും പല ഇലുമിനാറ്റികളുടെയും ചില മതതീവ്രവാദ ശക്തികളുടെയും അശുദ്ധമായ കരങ്ങൾ ഇങ്ങനെയുള്ള ഈ ബ്രാൻഡുകളുടെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചില മദ്യങ്ങൾക്ക് ഈ പേരുകൾ, കർത്താവിൻ്റെ പേരുകൾ ഇട്ടിരിക്കുന്നത്, ഈശോയുടെ പേരുകളെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഇത് പിശാചാണ് ഇതിൻ്റെ പുറകിൽ സഹോദരങ്ങളെ. കർത്താവിൻ്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. മൂന്നാമത്തെ കൽപ്പന നമുക്കറിയാം. എന്താണ് മൂന്നാമത്തെ കൽപ്പന? പുറപ്പാട് പുസ്തകം അവിടെ 20:8 നമ്മൾ കാണുന്നുണ്ട്. ആ വചനം പെട്ടെന്ന് ശ്രദ്ധിച്ച്. പുറപ്പാട് 20:8 എന്താ വചനം പറയുന്നത്? അതെ, സാബത്താണ് ഞാൻ തന്നിരിക്കുന്ന സാബത്ത്. നിങ്ങൾ ചിന്തിക്കുന്ന സൺഡേ സാബത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. ഈ കർത്താവിൻ്റെ ഈ പരിശുദ്ധമായ ദിനത്തെ ഇന്ന് പിശാച് എന്ത് ചെയ്തിരിക്കുകയാണ്? അത് വിനോദങ്ങളുടെയും ആർഭാടങ്ങളുടെയും എൻ്റർടൈൻമെൻറ്റിൻ്റെയും അത് ആഘോഷത്തിൻ്റെ ഒരു ദിനമായി അതിനെ അധപതിപ്പിച്ചു. എൻ്റെ സഹോദരനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ നമ്മൾ സൺഡേ സാബത്ത് കൃത്യമായി ആചരിക്കണം. കൃത്യമായി സാബത്ത് നമ്മൾ ആചരിക്കണം. അന്ന് വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള സമയമല്ല. കുടുംബമായി നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ കടന്നു ചെന്ന് പരിശുദ്ധ കുർബാനയെ അർപ്പിച്ച് നമ്മുടെ കർത്താവിൻ്റെ ജീവനുള്ള രക്തവും മാംസവും ഉൾക്കൊള്ളുവാനുള്ള കൃപയുടെ ദിനമാണ്. മറ്റ് സമയങ്ങളിൽ പരിശുദ്ധ വചനങ്ങൾ വായിച്ച്, നിങ്ങൾ സൺഡേ സാബത്തിൽ നിങ്ങൾ വചനം വായിച്ച് നോക്കി, വചനത്തിന് അനോയിൻറ്റിങ് കൂടുതൽ കിട്ടുന്നത് കാണാൻ പറ്റും. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്. സൺഡേ സാബത്ത് ആചരിക്കണം. അന്ന് കല്യാണം നടത്തി, അന്ന് മറ്റാഘോഷങ്ങൾ നടത്തി, അന്ന് ടൂറ് പോയി, വിനോദങ്ങളിൽ ഏർപ്പെട്ട്, കായിക വിനോദങ്ങൾ, ഗെയിമുകൾ, സ്പോർട്സ്, ഇതൊന്നല്ല സഹോദരങ്ങളെ. അത് പരിശുദ്ധമായി ആചരിക്കണം. ഇത് കാലഹരണപ്പെട്ട സന്ദേശമാണോ? ഇത് പഴയ നിയമത്തിൽ ഒരു ഉപദേശം മാത്രമായിട്ട് നമ്മൾ ഈ പ്രമാണത്തെ തരം താഴ്ത്തി കളയരുത്. നമ്മൾ മോഡേൺ വേൾഡിലാണ് ജീവിക്കുന്നത്, നമ്മൾ മോഡേണായിട്ട് ചിന്തിക്കണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. യേശു പറഞ്ഞു, ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനം മാറുകയില്ല. ശ്രദ്ധിക്കണമേ, സൺഡേ സാബത്ത് ആചരിക്കുക, കൃത്യമായി ആചരിക്കണം. നമുക്ക് നിലപാടുണ്ടാവണം. കുടുംബമായി നിങ്ങൾ ആചരിക്കുക. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, സമൂഹങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകത്തിൽ നിറയും. ഈ ഒരു തീരുമാനം നമുക്കുണ്ടാകട്ടെ, തീരുമാനങ്ങളുണ്ടാകട്ടെ. നാലാമതെന്താണ്? മാതാപിതാക്കന്മാർ ബഹുമാനിക്കുക. സമയക്കുറവുകൊണ്ട് ഞാൻ വചനങ്ങളിലോട്ട് പോകുന്നില്ല. 20:12 പുറപ്പാട്. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, ദൈവം സ്ഥാപിച്ച സ്വാഭാവികമായ കുടുംബ സംവിധാനങ്ങളെ തകിടം മറിക്കാൻ ഇന്ന് പിശാച് അതിനെ കൗണ്ടറായി അവൻ്റേതായ ചില കുടുംബ സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ്. സ്ത്രീക്ക് സ്ത്രീ വിവാഹം കഴിക്കാം, പുരുഷന് വിവാഹം കഴിക്കാം. നമ്മൾ 2-ാം ദിനത്തിൽ കണ്ടു, 47 ലോകരാജ്യങ്ങളിലാണ് സെയിം സെക്സ് മാരേജ് ലീഗലൈസ് ചെയ്തിരിക്കുന്നത്, നിയമമാക്കിയിരിക്കുകയാണ്. 47 രാജ്യങ്ങളിൽ. 2001 നെതർലൻഡിൽ തൊട്ട് തുടങ്ങി 2024 ക്രൈസ്തവ രാജ്യമാണ് ഗ്രീസ്. ആ ഗ്രീസിലാണ് അവസാനത്തെ പ്രഖ്യാപനമുണ്ടായത്, സെയിം സെക്സ് മാരേജ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അവിടെ എവിടെയാ മാതാപിതാക്കൾ? അവിടെ എവിടെയാ കർത്താവിൻ്റെ കുടുംബ സംവിധാനങ്ങൾ? കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട്, കർത്താവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പൈശാചികമായ കുടുംബ സംവിധാനങ്ങൾ ഇന്ന് ലോകത്തിൽ വർദ്ധിച്ചു വരുന്നു. സഹോദരങ്ങളെ, ഇതെന്തിൻ്റെ അടയാളമാണ്? ഇത് ഈറ്റുനോവിൻ്റെ കാലമാണ്. യേശു പറഞ്ഞു, ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക.
അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. സാന്റിഫിക്കേഷൻ ആൻഡ് ഇവാഞ്ചലൈസേഷൻ, ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രധാനപ്പെട്ട 2 ഉത്തരവാദിത്തങ്ങൾ: വിശുദ്ധീകരണവും സുവിശേഷീകരണവും. 5 കൊല്ലരുത്. ഞാൻ അതിലോട്ട് പോകുന്നില്ല സഹോദരങ്ങളെ. ചില കണക്കുകൾ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, കൊല്ലരുത്. നിങ്ങൾക്കറിയൂ, 2023 ആദ്യത്തെ 10 മാസങ്ങളിൽ യു എസ് അമേരിക്കയിൽ ഔദ്യോഗിക ഒഫീഷ്യൽ ആരോഗ്യ പരിരക്ഷ സംവിധാനത്തിൻ്റെ കണക്കനുസരിച്ച്, ഗഡ്മാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കനുസരിച്ച് 8,78,000 ഗർഭചിത്രങ്ങളാണ് നടന്നിട്ടുള്ളത്. യു എസിൽ തന്നെ 8,78,000. അവിടെ പ്ലാൻ പാരൻറ്ഹുഡ് എന്ന് പറയുന്ന വളരെ ഭീമാകാരനായിട്ടുള്ള എന്ന് പറഞ്ഞ കോടിക്കണക്കിന് ഗർഭസ്ഥ ശിശുക്കളെ കൊന്നെടുക്കുന്നത്, കോടികളാണ് ഫണ്ട് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാടത്ത നിയമങ്ങൾ കൊണ്ടുവരുവാൻ, ജീവന്റെ മൂല്യത്തെ ഇല്ലാതാക്കാൻ. കർത്താവാണ് ജീവന്റെ ഉറവിടം. ജീവൻ പ്രദാനം ചെയ്യുന്നത് ദൈവമായ കർത്താവാണ്. കർത്താവിനെ നിന്ദിക്കുന്നു, അപമാനിക്കുന്നു, നിഷ്കളങ്ക രക്തങ്ങൾ ചിന്തപ്പെടുന്നു, കോടിക്കണക്കിന് ഗർഭചിത്രങ്ങൾ. ഈ നിഷ്കളങ്ക കുഞ്ഞുങ്ങളുടെ കണ്ണുനീരും വേദനയുമാണ് ഇന്ന് ഈ ലോകത്തിൽ പല മഹാമാരികളും പകർച്ചവ്യാധികളും പ്രകൃതി ദുരന്തങ്ങളും പലവിധ ശോഭങ്ങൾ വിനാശങ്ങൾ നമ്മൾ കാണുന്നതിൻ്റെ എല്ലാം എന്നല്ല പറയുന്നത്. അതിൻ്റെ ചില കാരണങ്ങൾ സഹോദരങ്ങളെ, ഈ ഗർഭസ്ഥ ശിശുക്കളുടെ കണ്ണുനീരും അവരുടെ നിഷ്കളങ്കമായ രക്തങ്ങളുമാണ്. നിലവിളിക്ക് കർത്താവിൻ്റെ മുൻപിലേ ആര് പരിഹാരം ചെയ്യുന്നു? ഇതിനുവേണ്ടി ആര് പ്രാശ്ചിത്തം ചെയ്യുന്നു? നശ്വരമായ ഭോഗേച്ഛയ്ക്ക് വേണ്ടി എനിക്ക് സുഖിക്കണം, എനിക്ക് എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ആലയമായി ശരീരത്തെ പിശാചിനും അശുദ്ധിക്കും വിട്ടുകൊടുത്ത് ഇന്ന് അനേകം മനുഷ്യർ കാലുമെന്ത നായെ പോലെ ഈ ലോകത്തിന് വെറിക്കുത്തിന് പുറകെ പരക്കം പായുമ്പോൾ സ്വർഗം നിലവിളിക്കുകയാണ്, മകനെ മകളെ, നീ നിത്യനാശത്തിലേക്കാണ് പോകുന്നതെന്ന് നീ അറിയുന്നുണ്ടോ? സ്വർഗത്തിന്റെ ചോദ്യമാണ് സഹോദരങ്ങളെ. നമ്മൾ ഇതിനൊക്കെ വേണ്ടി, ഈ തിന്മകൾ തകരാൻ വേണ്ടി പരിഹാരമെടുത്ത് ജപമാല ചൊല്ലി കണ്ണുനീരോടെ കുരിശിൻ്റെ വഴി നടത്തി ഈശോയുടെ പീഡാസഹനങ്ങൾ ധ്യാനിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് നിലവിളിക്കേണ്ട സമയമാണിത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ലോകത്താകമാനം പ്രതിവർഷം 73 ദശലക്ഷം ഗർഭചിത്രങ്ങൾ, 73 ദശലക്ഷം ഗർഭചിത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്ക് എത്രയെന്നറിയോ? അതിൻ്റെ കണക്കെന്ന് പറയുന്നത് ഓരോ ദിവസവും ഏകദേശം 2 ലക്ഷം ഗർഭചിത്രങ്ങൾ സംഭവിക്കുന്നു. 2 ലക്ഷം അബോർഷനുകൾ ഓരോ ദിവസവും സംഭവിക്കുകയാണ്. ഇത് WHO കണക്കനുസരിച്ചാണ്. കൊലപാതകം ഏറ്റവും വലിയ കൊലയാണ്. ഗർഭസ്ഥ ശിശുക്കളെ കൊന്നെടുക്കുന്നു. ഈ ലോകം കടുത്ത ദൈവ ക്രോധത്തിലേക്ക് പോകുന്നതിന് കാരണം, ഈ ന്യായവിധി ഈ ലോകത്തിൽ വരുന്നതിന് കാരണമൊക്കെ ഇതുപോലെയുള്ള തിന്മകളാണ് സഹോദരങ്ങളെ. കരഞ്ഞ് പ്രാർത്ഥിക്കണം. 6-ാം പ്രമാണം നമുക്കറിയാം, വ്യഭിചാരം ചെയ്യരുത്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, നമ്മൾ പിന്നീട് അത് കാണും. ചിന്തിച്ച് നോക്കി, ജഡത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഫ്ലാഷ്, ഇന്ന് അശുദ്ധിയുടെ ദുർഭൂതമാണ്, വ്യഭിചാര ദുർഭൂതമാണ് അനേകം കുടുംബങ്ങളെ, ബന്ധങ്ങൾ നശിപ്പിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട പലരെയും ഈ ദുർഭൂതം വഴിതെറ്റിക്കുന്നുണ്ട്. കർത്താവിനാൽ വിളിക്കപ്പെട്ടവരെ പോലും അനേകം സമൂഹങ്ങളെ അത് നശിപ്പിക്കുന്നു. കൂട്ടായ്മകളെ, അഭിഷേകത്തെ കെടുത്തിക്കളയുന്നു. 6-ാം പ്രമാണത്തിൻ്റെ ലംഘനം, വ്യഭിചാര ദുർഭൂതം. ഹോസിയ 5:4 പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നത് കൊണ്ട്, സ്പിരിറ്റ് ഓഫ് ഫ്ലാഷ്, ജഡത്തിൻ്റെ രൂപി അവരിൽ കുടികൊള്ളുന്നത് കൊണ്ട് അവർ കർത്താവായി എന്നെ അറിയുന്നില്ല, അവരെന്നെ അറിയുന്നില്ല, എൻ്റെ വചനങ്ങൾ സ്വീകരിക്കുന്നില്ല. ഇത് കർത്താവിൻ്റെ വേദനയാണ് സഹോദരങ്ങളെ. 7-ാം പ്രമാണം, മോഷ്ടിക്കരുത്. 8-ാം പ്രമാണം, കള്ളസാക്ഷി. ഇന്നറെ നുണയും ചതിയും കാപട്യവും ദുഷിപ്പുകളും വക്രതകളും ഇത് മുഴുവൻ പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് മുഴുവൻ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെളിപാട് പുസ്തകം 12:15 പറയുന്നുണ്ട്, ഒരു പ്രളയം പോലെ പിശാചി, ദുഷിപ്പ്, ഈ കള്ളത്തരങ്ങൾ, നുണകൾ, വ്യാജ വാർത്തകൾ, പരിഹാസങ്ങൾ, നിന്ദകൾ, ഇതിങ്ങനെ പ്രളയം പോലെ തന്നെ വായിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കാലമാണിത്. കള്ളത്തരത്തിൻ്റെയും കള്ളസാക്ഷ്യത്തിൻ്റെയും ചതിയുടെയും നുണയുടെയും കാപട്യത്തിൻ്റെയും നാളുകൾ. പിശാച് അത് കൗണ്ടർ ചെയ്ത് ആ കൽപ്പന ഇല്ലാതാക്കാൻ നോക്കുന്നു. ഇന്ന് ലോകത്തെ ഭരിക്കുന്നത് നുണയുടെ ആത്മാവാ, ചതിയുടെ ആത്മാവാ. ഈ ലോകത്തെ ഇന്ന് കൺട്രോൾ ചെയ്യുന്നത്
സഹോദരങ്ങളെ, വഞ്ചനയുടെ ഒരു ഡിസീവിങ് സ്പിരിറ്റാണ് ഇന്ന് ലോകം മുഴുവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പിശാചിൻ്റെ ആത്മാവാണ്, അതൊരിക്കലും ഹോളി സ്പിരിറ്റ് അല്ല. വഞ്ചനയുടെ ആത്മാവ് പിശാചാണ്. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. വിവാഹേതര ബന്ധങ്ങൾ, ദൈവമേ എന്തുമാത്രം വിവാഹേതര ബന്ധങ്ങളത്, അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അത്രമാത്രം ഇന്ന് ഈ അശുദ്ധി ഒരു പ്രളയം പോലെ, ഒരു ഫ്ലഡ് പോലെ ഇന്ന് പൊതുസ്ഥലങ്ങളിൽ പോലും ഈ മ്ലേച്ഛത വമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തെ പിശാച് മ്ലേച്ഛതയുടെ പുതപ്പ് കൊണ്ട് പുതപ്പിച്ചിരിക്കുകയാണ്. വഴിതെറ്റിപ്പോകാൻ നൂറല്ല ആയിരക്കണക്കിന് അവസരങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം, നിലവിളിക്കണം. ഇത് അവിചാരിതങ്ങളല്ല. ഈറ്റുനോവിൻ്റെ കാലത്തിൽ, ഈ നിർണായകമായ യുദ്ധത്തിൻ്റെ നാളുകളിൽ, പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ഈ നൂറ്റാണ്ടിൽ എൻ്റെ സഹോദരങ്ങളെ, അതിനതിജീവിക്കാനുള്ള വഴി പ്രാർത്ഥനയും പരിഹാരവും പരിശുദ്ധ കുർബാനയും പരിശുദ്ധ കുംഭസാരവും പരിശുദ്ധ ജപമാലയും കുരിശിൻ്റെ വഴിയും ത്യാഗപ്രാർത്ഥനകളാണ്. ഈ സത്യം മനസ്സിലാക്കി നമുക്കതിനു വേണ്ടി ഒരുങ്ങാം. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. അവസാന വചനത്തിൽ പറയുകയാണ്. എന്താ പറയുന്നത്? വെളിപാട് 12:17 അവസാനത്തോട്ട് വരിക. യേശു ക്രിസ്തുവിനെ ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനം. ആരാണ് അവളുടെ സന്താനം? അത് സഭയാണ്. അത് കർത്താവിൻ്റെ പരിശുദ്ധ സഭയാണ്. സഭയിൽ ശേഷിച്ചിരിക്കുന്നവരുടെ യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അപ്പോൾ ഇന്ന് സാത്താൻ സഭയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരെ, വിശ്വാസത്തിനെതിരെ, വിശുദ്ധിക്കെതിരെ, വിശ്വസ്തതയ്ക്കെതിരെ, സുവിശേഷ സത്യങ്ങൾക്കെതിരെ, പരിശുദ്ധ കുദാശകൾക്കെതിരെ, പരിശുദ്ധ കുർബാനയ്ക്കെതിരെ, പരിശുദ്ധ കുംഭസാരത്തിനെതിരെ എല്ലാം ഇന്ന് ഘോര യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ പേടിക്കേണ്ട. ഈ യുദ്ധത്തെ നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അഗ്നിമയനായ സർപ്പവും വെളിപാടിലെ കന്യകയും തമ്മിലുള്ള ഈ ഉഗ്ര യുദ്ധത്തെ നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എത്ര കൃപയുള്ളവനാണ്. എൻ്റെ സഹോദരങ്ങളെ, അവസാനമായൊരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 10 കൊമ്പുകൾ എന്ന് പറയുന്നത് ഈ 10 ദൈവപ്രമാണങ്ങളെ തകർക്കുവാനുള്ള പിശാചിൻ്റെ ചതിയുടെ ദുഷ്ടതയുടെ കൊമ്പുകളാണത്. പരിശുദ്ധ ഫാദർ സ്റ്റെഫാനോ ഗോപിയോട് പറഞ്ഞു, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ കാരണത്താൽ കർത്താവ് നൽകിയ 10 കൽപ്പനകൾ പാലിക്കാൻ എൻ്റെ എല്ലാ മക്കളെയും ഞാൻ പരിശീലിപ്പിക്കുന്നു. ഇത് സ്വർഗത്തിൻ്റെ വാക്കുകളാണ്. എൻ്റെ അമ്മ പറയുകയാണ്, കർത്താവെ പരിശീലിപ്പിക്കുന്നു. അക്ഷരം പ്രതി എന്ന് പറഞ്ഞാൽ ലിറ്ററലി എല്ലാവരും സുവിശേഷം ജീവിക്കുവാൻ, കുദാശകൾ പ്രയോജനപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയും, ശ്രദ്ധിച്ചേ നിങ്ങൾ, പരിശുദ്ധ കുർബാനയും പരിശുദ്ധ കുംഭസാരവും എപ്പോഴും നിങ്ങൾ അത് ഉൾക്കൊള്ളണം. നന്മയുടെയും സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശുദ്ധിയുടെയും മാർഗത്തിൽ നിങ്ങൾ ചരിക്കുവാൻ നിങ്ങളുടെ അമ്മ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. സഹോദരങ്ങളെ, നിർണായകമായ യുദ്ധത്തിൻ്റെ നാളുകളിൽ, ഈ മഹായുദ്ധത്തിൻ്റെ ചുരുളുകൾ അഴിയുന്ന ഈ വെളിപാടിൻ്റെ കാലഘട്ടത്തിൽ വിശുദ്ധിയോടെ, സത്യവിശ്വാസത്തോടെ, വിശ്വസ്തയോടെ കർത്താവിൻ്റെ പരിശുദ്ധ സഭയ്ക്കും അനുഗ്രഹങ്ങളായി നമ്മൾ ജീവിക്കണമെങ്കിൽ ഈ സ്വർഗീയമായ ആയുധങ്ങൾ നമ്മൾ അണിയണം. ദൈവത്തിന് എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് നമ്മൾ പിശാചിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയാണ് യുദ്ധം നയിക്കുന്നത്. പരിശുദ്ധാത്മാവോടെ യുദ്ധത്തെ നിയന്ത്രിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, തീഷ്ണമായി പ്രാർത്ഥിക്കാം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട്, ഈറ്റുനോവിൻ്റെ കാലം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ സ്വർഗം ആഗ്രഹിക്കുന്നൊരു ജീവിതത്തിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. നമ്മളിനി ആരാധന ശുശ്രൂഷയിൽ പ്രവേശിക്കുകയാണ്. 1-2 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ അറിയിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, 8-ാം ദിനത്തിലെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. അടുത്ത ഓരോ ദിനത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് തീഷ്ണമായി പ്രാർത്ഥിക്കണം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മൾ 4 നിയോഗങ്ങളാണ് നമുക്കുള്ളത്. 1, നമ്മുടെ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും ആത്മരക്ഷ. 2, നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണം. 3, നമ്മുടെ സഭയുടെ നവീകരണം. 4, ലോക സുവിശേഷവൽക്കരണം.
ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനമുള്ള സമർപ്പണമുള്ള എല്ലാവരും ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ അത് ടെക്സ്റ്റ് ചെയ്യുക. യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥന, നിയോഗങ്ങൾ, ആവശ്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. 24 മണിക്കൂറും ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ടീം ഷെക്കൻ്റെ ന്യൂസിലുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. അനേകരുടെ ശുശ്രൂഷയെക്കുറിച്ച് ഇനിയും അറിയാത്ത 10,000 സഭയിലുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരോട്, ബന്ധുമിത്രങ്ങളോട്, ഉപകാരികളോടൊക്കെ നിങ്ങൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയുക. അവർ ഫോൺ ചെയ്ത് അറിയിക്കുക, ഇങ്ങനെ ശുശ്രൂഷ ഷെക്കൻ്റെ ന്യൂസിൽ നടക്കുന്നുണ്ട്, ഇതിൻ്റെ പോസ്റ്ററുകൾ അയച്ചു കൊടുക്കുക, ലിങ്കുകൾ അയച്ചു കൊടുക്കുക. അതൊക്കെ വലിയ പ്രേക്ഷിത വേലയാണ്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വർഷങ്ങളായി നടക്കാത്ത പല പ്രാർത്ഥന നിയോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പുറപ്പെടും. നമുക്ക് ആ നിയോഗങ്ങൾ നമ്മളത് കർത്താവ് ആശീർവദിക്കുക സഹോദരങ്ങളെ. നമ്മളെപ്പോഴും ബ്ലെസ്സഡ് ആകുന്നത് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങളതിൽ സഹകാരികളാകണം. ഒപ്പം തന്നെ നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സഹായിക്കണം. നമുക്ക് ഒരുപാട് പ്രതിസന്ധികളൊരു കാലമാണ് സഹോദരങ്ങൾ. അനുദിന ചെലവുകൾ, നമ്മുടെ ക്യാൻറ്റീൻ കാര്യങ്ങൾ, നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്കിങ്ങനെ പരസ്യങ്ങളോ മറ്റു വരുമാന മാർഗങ്ങളോ ഒന്നും തന്നെ നമുക്കില്ല. കർത്താവിൻ്റെ പരിപാലന കൊണ്ട് ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയുടെ സഭയെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരിലൂടെയാണ് ഈ മാധ്യമ ശുശ്രൂഷയെ സ്വർഗം ഓരോ ദിനവും കരം പിടിച്ച് നയിക്കുന്നത്. നമ്മളതിൽ പങ്കാളികളാകണം. സുവിശേഷത്തിൽ ഒരു പങ്ക്. എത്രയോ പൈസ നമ്മൾ ആർഭാടങ്ങൾക്ക് വേണ്ടി, ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ട് സഹോദരങ്ങളെ. കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിൽ ഒരു ഓഹരി നിങ്ങൾ സന്തോഷത്തോടെ, നമ്മൾ ഷെക്കേനയ്ക്ക് മാത്രമല്ല, ഇതുപോലെ പല ദൈവരാജ്യ ശുശ്രൂഷകൾക്കും നമ്മൾ നൽകുമ്പോൾ അത് നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമാക്കി ദൈവം മാറ്റും. നിങ്ങളിവിടെ കാണുന്ന ഈ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറിലൊക്കെ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകി ഈ ശുശ്രൂഷ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ ആശീർവാദം ഉണ്ടാകട്ടെ.